ഹലോ ഗൈസ്, ഇന്ന് വളരെ എളുപ്പത്തിൽ കുക്കറിൽ എങ്ങനെ ചിക്കൻ ബിരിയാണി തയ്യാറാക്കാൻ നോക്കാം. തുടക്കക്കാർക്ക് പോലും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ചിക്കൻ ബിരിയാണിയാണിത്. അതിനായിട്ട് ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടിയും 1.5 സ്പൂൺ മുളക് പൊടി ഞാൻ ഇത്രയും ചേർക്കുന്നത് എനിക്ക് എരിവ് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. കുറച്ച് മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് തൈരും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് താഴത്തെ തട്ടിൽ വെക്കാവുന്നതാണ്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് റെഡിയാക്കാം. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകരുത്. ഇനി ഒരു കുക്കർ നമുക്ക് അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഏതെങ്കിലും ഒരു കുക്കിംഗ് ഓയിൽ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 3-4 ഏലക്ക, കുറച്ച് ഗ്രാമ്പൂ, കറുവപ്പട്ട, പിന്നെ നമ്മുടെ ബേ ലീവ്സ് ഉണ്ടല്ലോ അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. അത് കഴിഞ്ഞ് നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള നമുക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്താൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഇപ്പോൾ സവോളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതുപോലെ പോരാ, കുറച്ചും കൂടി ബ്രൗൺ ആവണം. ഈ സമയത്ത് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി, ബസ്മതി അരി നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ വെള്ളമെല്ലാം പോയ അരി വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. നല്ലതായിട്ട് ഡ്രൈ ആയിട്ടിരിക്കും അപ്പോഴത്തേക്ക് അരി നമ്മൾ ഇടുമ്പോഴത്തേക്ക്. ഇപ്പം കാണാൻ ഇതുപോലെ ഇരിക്കും അരി. നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഒട്ടും വെള്ളമില്ലാതെ നമ്മൾ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞ് ചേർത്ത് കുക്കർ അടച്ചു വെച്ച് 1 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കാം. ആ 1 വിസിൽ വന്നതിന് ശേഷം ഫുൾ ആവി പോയതിന് ശേഷം മാത്രമേ തുറക്കാവൂ, എങ്കിലേ നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. ഇപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുക്കറിൽ വളരെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ചിക്കൻ ബിരിയാണി തയ്യാറാക്കാം. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, അഭിപ്രായം പറയണേ.